ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അല്ലാച്ചിൻ്റെ പുതിയ വർക്കായിരുന്നു ഇത്. ആദ്യമേ തന്നെ ഞാൻ സ്റ്റേജിൻ്റെ വീഡിയോ എടുത്തത്. സ്റ്റേജ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കൗണ്ടറും കാര്യങ്ങളെല്ലാം അടിച്ചു വരുന്നുള്ളായിരുന്നു. പിന്നെ ഞങ്ങളെന്താ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കട്ട് ചെയ്തു. അല്ലാച്ചിൻ്റെ അത്യാവശ്യം പ്രീമിയം വർക്കായിരുന്നു ഇത്. ചായയോടൊപ്പം അത്യാവശ്യം 4 കടികളും നൂഡിൽസും ഉണ്ടായിരുന്നു. പിന്നെ കണ്ട കാഴ്ച മുതലാളി അവിടെ നിന്ന് തച്ചിന് പണിയെടുക്കുന്നു. മുതലാളി തൊഴിലാളി എന്ന് വേർതിരില്ലാത്ത വർക്കാണിത്. പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യണ്ടായിരുന്നു. അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും ചിക്കനും പെണ്ണും അവിടെ എത്തി. അവർക്ക് നേരത്തെ എത്തിയത്. കൗണ്ടറെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോഴേക്കും ഫുഡ് എത്തി. പിന്നെ ഫുഡെല്ലാം കൂടെ പിടിച്ചിറക്കി കൗണ്ടറിനുള്ളിലേക്ക് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് കൗണ്ടർ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിനകത്തെല്ലാം കൗണ്ടർ സെറ്റ് ചെയ്ത് വെച്ചു. ചിക്കൻ്റെ തന്നെ 3 ഐറ്റം ഉണ്ടായിരുന്നു. ചില്ലി ചിക്കൻ, നോർമൽ ചിക്കൻ, ഹണി ചിക്കൻ, പിന്നെ 2 വെജ് കറി ഉണ്ടായിരുന്നു. ഫുഡ് ഐറ്റം ആണെങ്കിൽ അപ്പം, ചപ്പാത്തി, റൈസ്, ഇടിയപ്പമായിരുന്നു. പിന്നെ കട്ട് സലാഡ്, കട്ട് ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് ഐറ്റം വേറെ ഉണ്ടായിരുന്നു. പിന്നെ പാൽക്കപ്പ, മീൻ കറി തുടങ്ങിയ വേറെ ഐറ്റം. അല്ലാച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. ആരും വിശന്നിരിക്കേണ്ട, പോയി കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഞാനും സവനിക്കായും പോയി ഒരു റൗണ്ട് കഴിച്ചു. എനിക്ക് ചിക്കൻ ചില്ലിയും ഹണി ചിക്കനും നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നേരെ കൗണ്ടറിനുള്ളിലേക്ക് വന്നു. ഞാൻ ചിക്കൻ ചില്ലിയാണ് സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. 600 പേർക്കായിരുന്നു ഫുഡ് പറഞ്ഞിരുന്നത്. എന്നാൽ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്ത തൊട്ട് നല്ല ആളുണ്ടായിരുന്നു കഴിക്കാൻ. ആകെ ഒറ്റ കൗണ്ടറാണ് ഉണ്ടായിരുന്നത്. ഫുഡെല്ലാം കൊണ്ടുവന്നതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ടായിരുന്നു. സെറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നില്ല. അടിയിൽ തന്നെ സാധനം ഉണ്ടായിരുന്നു. സാധനം എടുത്ത് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. 600 പേർക്കാണ് ഫുഡ് പറഞ്ഞതിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ 600 പേരായി. സാധാരണ ബൊഫയ്ക്ക് പോകുമ്പോൾ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് ഇരിക്കാനേ പറ്റിയില്ല. പിന്നെ ചായ കുടിക്കണമെന്ന് മനസ്സ് കരുതിയപ്പോഴേക്കും സവനിക്ക ഒരു ചായയായിട്ട് അവിടെ എത്തി. ചായ കുടിക്കുന്ന നേരം ആളൊന്ന് കുറഞ്ഞു. അപ്പോൾ ചായ കുടിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. വീണ്ടും പഴയ കണക്ക് തന്നെ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു. പറഞ്ഞ കൗണ്ടറിനേക്കാളും ആൾ വന്നിട്ടും ഫുഡ് ഷോർട്ടാവാതെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 1000 പേര് അടുപ്പിച്ച് ഫുഡ് കഴിച്ചായിരുന്നു. ആളെല്ലാം നേരത്തെ വന്നതുകൊണ്ട് 8:30 ആയപ്പോൾ തന്നെ വർക്ക് കഴിഞ്ഞായിരുന്നു. അത്യാവശ്യം നല്ല സുഖ വർക്കായിരുന്നു. പെട്ടെന്ന് തന്നെ വർക്ക് വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല. എളുപ്പം വർക്ക് കഴിഞ്ഞു. വർക്ക് കഴിഞ്ഞ ഉടനെ പയ്യെ സാധനങ്ങളെല്ലാം കോട്ടും അതെല്ലാം തിരിച്ച് ചെയ്യിപ്പിച്ചിട്ട് പതുക്കെ സാധനങ്ങൾ ഒതുക്കാനുണ്ടായിരുന്നു. കൗണ്ടറിലുള്ള സാധനങ്ങളെല്ലാം ഒതുക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിറങ്ങി. ഫുഡ് കഴിക്കാൻ നിന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.